ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കുക്ക് ചെയ്യുന്ന എൻ്റെ കിച്ചനോടനുബന്ധിച്ചുള്ള ഏരിയകളും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. നിങ്ങൾക്ക് എന്നോടൊപ്പം കൂടാം. ഇതാണ് എൻ്റെ കിച്ചൻ്റെ എൻട്രി. ഒരു ചെറിയ കിച്ചനാണ് കേട്ടോ. ഈ വിൻഡോയിൽ കൂടി നോക്കിയാൽ എനിക്ക് പുറത്തോട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ അവനും മൈക്രോവേവും ഇരിക്കുന്ന സ്ഥലം, പിന്നെ കബേർഡ്സ്. ഈ ഭാഗം നിങ്ങൾ കാണുമായിരിക്കും. ഞാനിവിടെ നിന്നാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അത്യാവശ്യം കബേർഡ്സും ഇവിടെ താഴെയും ഉണ്ട്. ഇത്രയാണ് എൻ്റെ കിച്ചൺ ഭാഗങ്ങൾ. ഇവിടെയാണ് ഞാൻ അരി മുതലായവയൊക്കെ സ്റ്റോർ ചെയ്യുന്നതും എക്സ്ട്രാ തവികളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇവിടെ എണ്ണക്കുപ്പികളും വിവിധ തരം എണ്ണകളും കുക്കിംഗ് ആവശ്യത്തിനുള്ളത്. എപ്പോഴും എടുക്കാവുന്ന സൗകര്യത്തിൽ കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റേഷൻ. ഗ്രീൻ ടീ ഇടാനും കോഫി ഉണ്ടാക്കാനും ടോസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഈ കബേർഡ്സിൻ്റെ അകത്ത് ഫുഡ് സ്റ്റോറേജ് ആണ്. ഇവിടെ എല്ലാ പൾസസും എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നു. ഈ രണ്ട് കബേർഡിലായി ഞാൻ പാക്കറ്റ് സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. കടുക്, ജീരകം, അതുപോലെയുള്ള ചെറിയ സാധനങ്ങൾ, പിന്നെ ബേക്കിംഗ് സാധനങ്ങൾ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം. ഈ കോർണർ ഷെൽഫിലും കുക്കിംഗ് ഇൻഗ്രീഡിയൻസ്, ഫ്ലവർ മുതലായൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇവിടെ ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇവിടെയാണ്. ഈ ബോട്ടം ഷെൽഫിൽ 3-4 ഇലക്ട്രിക് അപ്ലയൻസസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ കുറച്ച് എക്സ്ട്രാ ബോട്ടിൽസ്. ഇത് എൻ്റെ കിച്ചൺ സിങ്കിൻ്റെ അടിയിലാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ടിഷ്യൂ പേപ്പറും ഒക്കെ അവിടെ വച്ചേക്കുന്നു. ഇവിടെ ഞാൻ എന്നും ഉപയോഗിക്കാത്ത കുറച്ച് പ്ലേറ്റ്സ് ആൻഡ് കപ്സ് മുതലായവ സൂക്ഷിച്ചു വച്ചേക്കുന്നു. ഈ ഭാഗത്ത് വെച്ചാണ് ഞാൻ കുക്ക് ചെയ്ത സാധനങ്ങൾ ഈ കൗണ്ടർ ടോപ്പിൽ വയ്ക്കും. കൂടാതെ ഞാൻ ദിവസവും എടുക്കുന്ന പ്ലേറ്റ്സ് ആൻഡ് കപ്സ് മുതലായവ വെച്ചേക്കുന്നത്. ഇതെൻ്റെ ബേക്കിംഗ് കബേർഡാണ്. ഈ പുള്ളൗട്ട് കബേർഡിലും കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇതിൽ കുറച്ച് ബേക്കിംഗ് ആവശ്യത്തിനുള്ള സാധനങ്ങളും കുറച്ച് സ്പൂണുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ പേപ്പർ കപ്സ് മുതലായ. പിന്നെ ഇവിടെ ഉള്ളത് ചില സ്മോൾ ഇലക്ട്രിക് അപ്ലയൻസസിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ഞാനിവിടെ സൂക്ഷിച്ചു വച്ചേക്കുന്നു. എക്സ്ട്രാ പ്ലേറ്റ്സ്, അതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വലിയ പ്ലേറ്റാണ് താഴെ ഇരിക്കുന്നത്. ഇതൊക്കെ എന്നും ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് ഞാൻ അവിടെ സൂക്ഷിച്ചേക്കുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കിച്ചൺ ടൂർ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ. ടേക്ക് കെയർ.